അങ്ങനെ എയ്ഫറിൻ്റെ ഇപ്രാവശ്യത്തെ റിസൾട്ട് ഒഫീഷ്യൽ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. 44 JRFും 424 നെറ്റും 911 PhD അഡ്മിഷനും. ഈ റിസൾട്ട് കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത്, വരുന്ന പ്രാവശ്യം ഞങ്ങൾക്ക് വിജയിക്കണം, ഞങ്ങൾക്ക് റിസൾട്ടിൻ്റെ ഭാഗമാവണം, അത് എയ്ഫറിൻ്റെയോ അല്ലാതെയോ ഓക്കെ, ഞങ്ങൾക്ക് വിജയിക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒന്നുകൂടി ഇതിനെക്കുറിച്ചൊരു കൂടുതൽ ക്ലാരിറ്റി ഈ വീഡിയോയിൽ തരാമെന്ന് കരുതുന്നു. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ പ്ലാൻ നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത് വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലരും ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നൊരു കാര്യമാണ്, ഇപ്രാവശ്യം ഞാൻ മാക്സിമം കൊടുക്കും, വിജയിക്കാൻ പരിശ്രമിക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ പറയും, ഇപ്രാവശ്യങ്ങൾ വിജയിക്കുന്നങ്ങ് ഉറപ്പിക്കണം. പിന്നെ നമ്മൾ ഈ ഒരു പരീക്ഷയുടെ ടഫ്നെസ്സിൻ്റെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കണം. ഈ പരീക്ഷ എത്രത്തോളം ടഫാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 100-ൽ 1% ആളുകളാണ് സാധാരണ JRF ജയിക്കുക. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വരുമ്പോൾ നോക്കുന്ന സമയത്ത് ഒരു -6.9%, ഒരു 0.7%, 100-ൽ ഒരാൾ പോലും ജയിച്ചിട്ടില്ല. JRF നെറ്റ് അറൗണ്ട് 6%, കുറച്ച് കൂടുതലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. PhD അറൗണ്ട് ഒരു 13 to 15% ഒക്കെയാണ് ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഏതൊരു മത്സര പരീക്ഷയ്ക്കും 1% ആളുകൾ, 1% താഴെയാണെങ്കിലും ലെറ്റ്സ് കൺസിഡർ 1% ആളുകൾ ജയിക്കുന്ന പരീക്ഷയിൽ നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന 1% ആളുകളിലൊന്നും നമ്മളാവണം. നമ്മളെ മാക്സിമം കൊടുക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഈ പരീക്ഷ ജയിക്കുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള 1%-ൻ്റെ അത്ര പരിശ്രമം നമ്മൾ കൊടുക്കണം. അതെല്ലാം മാക്സിമം ചോദിച്ചാൽ ചിലപ്പോൾ അത് മാക്സിമത്തിൻ്റെ പുറത്തായിരിക്കും. അപ്പം മാക്സിമം കൂട്ടണം. നമ്മൾ മുമ്പ് നമ്മളെ ലൈഫിൽ നമ്മളെ കപ്പാസിറ്റി കരുതിയതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അച്ചീവ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ കപ്പാസിറ്റി, അതാണ് നമ്മുടെ പുതിയ നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഏറ്റവും ടോപ്പായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളത് പരിശ്രമിക്കണം, നിങ്ങളതിന് ശ്രമിക്കണം എന്നാണ് ഫസ്റ്റ് പറയാനുള്ളത്. ഇതാണ് ഫസ്റ്റ്. ഇത് ചെയ്യുക എന്നുള്ളതിനേക്കാളേറെ തീരുമാനിക്കുക, റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത്, ദിസ് ഈസ് ഗോയിങ് ടു ബി വാട്ട് വി കൻ സേ, ഏറ്റവും നല്ല ഫസ്റ്റ്, ഏറ്റവും ടോപ്പ് പ്രിപ്പയർ ചെയ്യുന്ന 1% ഒരാളാണ് ഞാനാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്രാവശ്യം നിങ്ങൾ എക്സാം എഴുതി, അതായത് വന്ന റിസൾട്ട് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തോ പ്രശ്നം നമുക്കുണ്ട്. നമ്മളെ പ്രിപ്പറേഷൻ എന്തോ ഒരു സ്ട്രാറ്റജിക്കൽ ഇഷ്യൂ ഉണ്ട്, എന്തോ ഒരു സ്ട്രാറ്റജിക്കൽ എറർ നമ്മളെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യുക? അപ്പോൾ ആദ്യം നമ്മൾ ആ എറർ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. എന്തൊക്കെയാണ് തെറ്റുകൾ എന്നുള്ളതൊക്കെ ഓക്കെ. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ എററിനോടൊപ്പം തന്നെ ഇനി മുന്നോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്ത പല ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുമായിരിക്കും. ഓക്കെ, ക്വാളിഫൈ ചെയ്ത ആളുകളിൽ നിന്ന് പലപ്പോഴും നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് വരേണ്ടത് അങ്ങനെയാണ്. അടുത്തൊരു സ്റ്റേജിലായിട്ട് നമ്മൾ വരേണ്ടത് ആ റിയലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠനവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്രാവശ്യങ്ങൾ പ്രതീക്ഷ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ടോപ്പ് 1% പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കും ഞാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മുടെ എററുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ കേസ് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നാലാമത്തെ കേസ് ആ സൊല്യൂഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അത്തരത്തിൽ നമ്മളെ പ്രിപ്പറേഷൻ നമുക്ക് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്യാത്തവരോട്, ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. നിങ്ങൾ അതായത് നല്ലോണം പരിശ്രമിച്ചിട്ടും നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടും ജയിക്കാൻ പറ്റാത്ത പല ആളുകളും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയും, ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എഫേർട്ട് എടുത്തിട്ട് ജയിക്കാത്ത പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഇറ്റ്സ് മാറ്റർ ഓഫ് ടൈം. അപ്പം അടുത്ത തവണ, ഇപ്പോൾ നമ്മളുള്ളത് ഫെബ്രുവരി 2026 എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നെറ്റ് JRF ഹോൾഡർ ആവാത്തത്. ഇപ്പം നമ്മളുള്ളത് ജൂണിലെ എക്സാം, ജൂലൈ 2026 നിങ്ങൾ JRF ഹോൾഡറാ, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് ഹോൾഡറാ. അപ്പോൾ നന്നായിട്ട് പരിശ്രമിച്ച ആളുകൾ പ്രിപ്പറേഷനുമായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ടൈം. ജൂലൈയിൽ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കും, പരിശ്രമങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ അടിപൊളിയായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക, വരുന്ന എക്സാമിന് വിജയിക്കുക. കൂടുതൽ
പ്രിപ്പറേഷനും അതുപോലെയുള്ള റിസൾട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എയ്ഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എയ്ഫറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും.